അങ്ങനെ എന്തായാലും ഒടുവിൽ വയനാട് സുൽത്താൻ ബത്തേരി ടൗണിലേക്ക് ഇറങ്ങിയ കാട്ടുകൊമ്പൻ PM2 പിടികൂടി. 9 മണിയോടെയാണ് ആനയെ വനപാലകർ മയക്കുവെടി വെച്ചത്. PM2 പിന്നീട് മുത്തങ്ങയിലെ ആനപ്പന്തിയിലെ കൂട്ടിലേക്ക് മാറ്റി. PM2 പിടികൂടാൻ വനംവകുപ്പ് സംഘം 2 ദിവസമായി നടത്തിയ ദൗത്യമാണ് വിജയം കണ്ടത്. കാട്ടാനയെ മുണ്ടക്കൊല്ലി വനഭാഗത്ത് വച്ചാണ് രാവിലെ 9 മണിയോടെ വെടിവെച്ചത്. തുടർന്ന് വനംവകുപ്പിന്റെ ലോറിയിൽ തയ്യാറാക്കിയ പ്രത്യേക കൂട്ടിലേക്ക് കയറ്റി. പിന്നെ മുത്തങ്ങ ആനപ്പന്തിയിലെ ആനക്കൂട്ടിലെത്തിച്ചു. ഈ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ആനയാണ്. 2 പേരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. 100ഓളം വീടുകൾ ഇത് തകർത്തൊരു ആനയാണ്. ഇതിന് മാത്രമല്ല, ഇതിന് റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പിടികൂടുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളായിരുന്നു. അത് മറ്റു മസ്റ്റായിരുന്നു അത്. പിന്നെ ഇന്നലെ നമ്മൾ കാട്ടിൽ കയറിയെങ്കിലും ആനയെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷെ നമുക്കൊരു പറ്റിയൊരു സ്ഥലത്ത് നമുക്ക് ഡാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആനയെ ഡാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൊല്ലിയിൽ വെച്ചൊക്കെ ഡാർട്ട് ചെയ്താൽ നമുക്ക് അതിനെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുള്ളൂ. എന്തായാലും ഇന്ന് ഭാഗ്യം കൊണ്ട് രാവിലെ തന്നെ നമുക്ക് നല്ലൊരു സ്ഥലത്ത് ഇതിനെ നമുക്ക് ഡാർട്ട് ചെയ്യാൻ പറ്റി. തമിഴ്നാട് വനമേഖലയിൽ 176 കിലോമീറ്ററിലേറെ സഞ്ചരിച്ചാണ് കാട്ടാന ബത്തേരി നഗരത്തിലെത്തിയത്. PM2 മറ്റൊരു കാട്ടാനയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതും ദൗത്യം കഴിഞ്ഞ ദിവസം സങ്കീർണമാക്കിയിരുന്നു. ആനയെ മയക്കുവെടിവെച്ച് പിടികൂടാനായി പ്രവർത്തിച്ച ദൗത്യസംഘത്തെ വനമന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. മുഴുവൻ വളണ്ടിയർമാരെയും അവരെ സഹായിച്ച നാട്ടുകാരെയും അതിന് നേതൃത്വം നൽകിയ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെയും ജില്ലാ ഭരണകൂടത്തെയും ജനങ്ങൾക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. മിഷൻ PM2 വിജയിച്ചിരിക്കുന്നു. പന്തലൂർ മക്നു ഇനി മുത്തങ്ങ ആന ക്യാമ്പിന് സ്വന്തം. വയനാട് മുത്തങ്ങയിൽ നിന്നും ക്യാമറമാൻ ഷാഫിക്കൊപ്പം രതീഷ് വാസുദേവൻ, ന്യൂസ് 18. പാലക്കാട് മലമ്പുഴയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. ഇന്നലെ വൈകുന്നേരമാണ് മലമ്പുഴ ഡാമിന്റെ സമീപ പ്രദേശങ്ങളായ കവയിലും ചേമ്പനയിലും കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചത്. ഏറെ പരിശ്രമത്തിനൊടുവിലാണ് കാട്ടാനക്കൂട്ടത്തെ കാടുകയറ്റിയത്. തമിഴ്നാട് കൂനൂരിലും കാട്ടാനക്കൂട്ടം തമ്പടിച്ചതിന്റെ ദൃശ്യങ്ങളും ഇതിനിടയിൽ പുറത്തുവന്നു. പാലക്കാട് ധോണിയിൽ ഇറങ്ങിയ PT7 എന്ന കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും. വയനാട് PM2 എന്ന കാട്ടാനയെ മയക്കുവെടി വെക്കാൻ പോയ ദൗത്യസംഘം അടുത്ത ദിവസം തിരിച്ചെത്തും. തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ ഈ ദൗത്യസംഘത്തിന്റെ അടുത്ത നടപടി ഈ ആനയെ പിടിക്കുക എന്നുള്ളതാണ്. വയനാട് PM2 കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം വിജയിച്ചു. ഇനി ധോണിയിലെ PT7 എന്ന കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടുകയാണ് അടുത്ത ലക്ഷ്യം. ഇതിനായി വയനാട്ടിലുള്ള ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം അടുത്ത ദിവസം പാലക്കാടെത്തും. PT7 തളയ്ക്കാനുള്ള കൂടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. പ്രദേശത്ത് കുങ്കിയാനയും നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ PM2 പിടിച്ചതുകൊണ്ട് 2 ദിവസത്തിനകം അവർ തിരികെ എത്തുകയും നമുക്കൊരു 3-4 ദിവസത്തിനകം തന്നെ കൂടിൻ്റെ പണി പൂർത്തിയാക്കിയാൽ ഉടനെ തന്നെ ഡോക്ടറുടെ സഹായത്തോടു കൂടിയിട്ടും സഹകരണത്തോടു കൂടിയിട്ടും നമുക്ക് PT7 മരിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് വനംവകുപ്പ്. ധോണി ജനവാസ മേഖല കൂടുതലുള്ള പ്രദേശമായതിനാൽ ആനയെ പിടികൂടുന്നത് ഏറെ ദുഷ്കരമായ ദൗത്യമാണെന്ന് രഞ്ജിത്ത് പറഞ്ഞു. ഒരാഴ്ചയ്ക്കകം PT7 പിടികൂടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. കാസർഗോഡ് ഓട്ടോയിൽ സ്കൂളിലേക്ക് പോവുകയായിരുന്ന കുട്ടികൾക്ക് കടന്നൽ കുത്തേറ്റു. ചെമ്മനാട് വെസ്റ്റ് UP സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് കുത്തേറ്റത്. 9 വിദ്യാർത്ഥികൾക്കും ഡ്രൈവറിനുമാണ് കടന്നൽ കുത്തേറ്റത്. 2 ഓട്ടോകളിലായി പോവുകയായിരുന്നു കുട്ടികൾ. ചെമ്പിരിക്ക സ്വദേശികൾക്കാണ് ഈ കുത്തേറ്റ കുട്ടികൾ. പാലക്കാട് പട്ടാമ്പി കൊപ്പം നടുവട്ടം പപ്പടപ്പടിയിൽ വീട് കുത്തി തുറന്ന് മോഷണമുണ്ടായി. 25 പവനും പണവുമാണ് മോഷണം പോയത്. ഇങ്ങാച്ചാലിൽ പള്ളിക്കര അബ്ദുള്ളയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന നിലയിലായിരുന്നു. കൊപ്പം പോലീസ് അന്വേഷണം നടത്തുകയാണ്.
പക്ഷിപ്പനി സ്ഥിരീകരിച്ച തിരുവനന്തപുരം അഴൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. വീടുകളിലും ഫാമുകളിലും നിന്നുള്ള വളർത്തുപക്ഷികളെ നശിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. 3000-ഓളം കോഴികളെയും താറാവുകളെയുമാണ് ഇങ്ങനെ കൊന്നൊടുക്കിയത്. പഞ്ചായത്തിലെ ആൾപ്പാർപ്പില്ലാത്ത പ്രദേശമായ കുഴിയം പുറമ്പോക്ക് ഭൂമിയിലാണ് ഇവയെ സംസ്കരിക്കുന്നത്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ 8 യൂണിറ്റും മൃഗസംരക്ഷണ വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത്യന്തം ദാരുണമായ മറ്റു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം തിരുവല്ലം കോവളം ബൈപ്പാസിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മീൻ കയറ്റി വന്ന ലോറി ബൈക്കിലിടിച്ചായിരുന്നു അപകടമുണ്ടായത്. വിഴിഞ്ഞം സ്വദേശിയായ ഹാരിസ് ഖാനാണ് അപകടത്തിൽ മരിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുന്നിൽ കുടുങ്ങിയ ബൈക്കിന് തീപിടിച്ചു. 250 മീറ്ററോളം ദൂരം ബൈക്കിനെ ലോറി വലിച്ചിഴിച്ചു കൊണ്ടുപോയതായും ദൃക്സാക്ഷികൾ അറിയിച്ചു. പാലക്കാട് വാളയാറിൽ കാർ അപകടം. ദേശീയപാതയിൽ തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്നാണ് കാർ തലകീഴായി മറിഞ്ഞത്. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. നിലമ്പൂർ പാട്ടുത്സവം നഗരിയിൽ മരണക്കിണർ അപകടം. ബൈക്ക് റേസിംഗിനിടെ തെന്നി വീണ ബൈക്ക് റേസർക്ക് പരിക്കേറ്റു. കർണാടക സ്വദേശിയായ അബ്ദുൽ ഖാദറിനാണ് പരിക്കേറ്റത്. ഇയാളെ ആദ്യം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അബ്ദുൽ ഖാദർ ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല എന്നതും പരിക്ക് ഗുരുതരമാകാൻ കാരണമായി. ശനിയാഴ്ചയാണ് നിലമ്പൂർ പാട്ടുത്സവത്തിന്റെ ഭാഗമായി കാർണിവൽ തുടങ്ങിയത്. ജലസമൃദ്ധിയുടെ പ്രകൃതിദത്ത കാഴ്ചകളൊരുക്കി സഞ്ചാരികളെ ആകർഷിക്കുകയാണ് ഇടുക്കി മലങ്കര ടൂറിസം ഹബ്ബ്. വേനൽക്കാലമടുത്തോടെ മലങ്കരയിൽ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. അവധി ദിവസങ്ങളിലും മറ്റും സന്ദർശകരുടെ വലിയ തിരക്കാണ് ഡാമിലും പരിസര പ്രദേശങ്ങളിലും. ഇടുക്കിയുടെ കവാടം എന്നറിയപ്പെടുന്ന മലങ്കര ടൂറിസം ഹബ്ബിൽ സഞ്ചാരികളുടെ തിരക്കേറി തുടങ്ങി. കുടുംബവുമൊത്ത് നിരവധി സഞ്ചാരികളാണ് ദിവസേന ഇവിടേക്കെത്തുന്നത്. മുട്ടം, കുടയത്തൂർ, അറക്കുളം, വെള്ളിയാമറ്റം, ആലക്കോട് പഞ്ചായത്തുകൾക്ക് നടുവിലാണ് മലങ്കര ഡാം ഉള്ളത്. വർഷത്തിലെ എല്ലാ ദിവസവും നിറസമൃദ്ധമായ ജലാശയമാണ് മലങ്കരയിലേത്. മൂലമറ്റം പവർ ഹൌസിൽ വൈദ്യുതോൽപാദനത്തിന് ശേഷം പുറന്തള്ളുന്ന വെള്ളമാണ് ഇവിടേക്ക് എത്തുന്നത്. കുട്ടികൾക്കായി പ്രത്യേക പാർക്കും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നിറഞ്ഞു തുളുമ്പിയ ജലാശയത്തിനു പുറമെ ശാന്തസുന്ദരമായ അന്തരീക്ഷമാണ് ഇവിടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. വിനോദത്തിനും വിശ്രമത്തിനുമായി എത്തുന്നവർക്ക് വേണ്ടി ഇരിപ്പിടങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സെന്റ് ജോസഫ് കോളേജിന്റെ ഏറ്റവും തൊട്ടടുത്ത് കാണുന്ന ഒരു പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ് മലങ്കര ജലാശയം എന്ന് പറയുന്നത്. ഏറ്റവും അടുത്ത പ്രദേശത്ത് തന്നെയാണ് ഞങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്നത് കൊണ്ടും ഞങ്ങൾ ഇന്റർവെൽ സമയത്തൊക്കെ ആണെങ്കിൽ പോലും ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കൂടുന്നൊരു സ്ഥലം തന്നെയാണിത്. നമ്മുടെ മെന്റൽ റിലീഫിനും എല്ലാത്തിനും ഒരു ഭയങ്കര ഒരു എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡാമിന്റെ പ്രവർത്തനങ്ങൾ അടുത്തു കാണുന്നതിനും ദൃശ്യങ്ങൾ പകർത്തുന്നതിനും മലങ്കരയിൽ അവസരമുണ്ട്. ജലാശയത്തിന്റെ ഭാഗങ്ങളായ ശങ്കരപ്പിള്ളിയിൽ സംസ്ഥാന പാതയോട് ചേർന്ന് വാഹനം നിർത്തി യാത്രക്കാർ ഡാമിലേക്ക് എത്തുന്നതും പതിവാണ്. ഇതിനു പുറമെ കോളപ്ര പാലത്തിൽ നിന്നുള്ള ജലാശയത്തിന്റെയും ചുറ്റുമുള്ള മലനിരകളുടെയും കാഴ്ചകൾ കാഴ്ചക്കാരുടെ മനം കവരും. ന്യൂസ് 18 തൊടുപുഴ. ചെറിയൊരു ഇടവേളയിലേക്ക്. ഇനി കാർഷിക കേരളം. പത്തൊൻപത് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം കൃഷി ഉപജീവനമാക്കിയിരിക്കുകയാണ് മലപ്പുറം തലക്കാട് തെക്കൻകുറ്റൂർ സ്വദേശി ഇബ്രാഹിം. പരീക്ഷണാർത്ഥത്തിൽ തുടങ്ങിയതാണെങ്കിലും ഇന്ന് കൃഷിയെ നെഞ്ചോട് ചേർക്കുകയാണ് ഈ യുവ കർഷകൻ. തെക്കൻകുറ്റൂരിൽ ചാത്തേരി ഇബ്രാഹിമാണ് കൃഷിയിൽ സജീവമായത്. വീട്ടുവളപ്പിലുള്ള 2 ഏക്കറിൽ വെറ്റില, 3.5 ഏക്കറിൽ നെൽകൃഷി, വാഴ, ചേമ്പ്, ചേന തുടങ്ങി ഇടവിള കൃഷിയും ചെയ്യുന്നുണ്ട്. പോത്ത്, ആട്, പശു, താറാവ്, കോഴി, ഗിനിപിഗ് എന്നിവയും ഇവിടെ വളർത്തുന്നുണ്ട്. ഇവയുടെ വിൽപ്പന ഓൺലൈനായാണ്. പിതാവ് മരിച്ചതോടെ പിതൃസഹോദരൻ ഹംസയാണ് ഇബ്രാഹിമിനെ കാർഷിക മേഖലയിലേക്ക് അടുപ്പിച്ചത്. കൃഷിയോടുള്ള ഇഷ്ടം മൂലം 19 വർഷത്തെ പ്രവാസത്തിന് ശേഷം നാട്ടിൽ മടങ്ങിയെത്തി കാർഷിക മേഖലയിൽ സജീവമായി. ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയതെങ്കിലും 8 വർഷത്തോളം നീണ്ട കഠിനാധ്വാനം വെറുതെയായില്ല. കർഷകർ കൃഷിക്കാർ
എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ആ ഫീൽഡ് ഒഴിവായിട്ടുള്ളൊരു ഇതാണ് കാണുന്നത് നമ്മൾ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ കർഷകർക്കുള്ള ഒരു പാഠം ഞാൻ പറയുന്നത്, ഞാൻ 19 വർഷം പ്രവാസിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇതിൽ വന്ന് നമ്മളെ കഠിന അധ്വാനം വേണം, മടിച്ചിരിക്കാൻ പാടില്ല. എന്നാൽ കൃഷി നല്ലൊരു മുതൽക്കൂട്ട് തന്നെയാണ്. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ചെടികൾ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണിത്. സഹോദരി പുത്രനും +2 വിദ്യാർത്ഥിയുമായ അജ്സൽ, ഭാര്യ റഹിയാനത്ത് എന്നിവരാണ് ഇബ്രാഹിമിന് സഹായം. ന്യൂസ് 18 തിരൂർ. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് ഒറ്റപ്പാലം കുടുംബ കോടതിയിലെത്തിയ യുവതിക്ക് വെട്ടേറ്റു. മനുശ്ശേരി സ്വദേശിനി സുബിതയ്ക്കാണ് വെട്ടേറ്റത്. ഇവരുടെ ജീവിത പങ്കാളിയായിരുന്ന രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൈകളിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 11ഓടെ കോടതിക്ക് സമീപമായിരുന്നു ആക്രമണമുണ്ടായത്. സുബിതയും രഞ്ജിത്തും പരസ്പര ധാരണയോടെ വേർപിരിയാൻ തീരുമാനിച്ചിരുന്നെന്നാൽ വിവാഹമോചന നടപടികൾ പൂർത്തിയായിരുന്നില്ല. ഇതിനിടയ്ക്ക് സുബിതയ്ക്ക് മറ്റൊരു സുഹൃത്തുമായി അടുപ്പമുണ്ടായി എന്നുള്ള സംശയത്തെ തുടർന്നാണ് ഇയാൾ സുബിതയ്ക്ക് നേരെ ആക്രമണം നടത്തിയത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം ആഴൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി. പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള കോഴി, താറാവ് ഉൾപ്പെടെ മുഴുവൻ പക്ഷികളെയും കൊല്ലുന്നതിനായി വീടുകളിലെത്തി ശേഖരിച്ചു തുടങ്ങി. 3000ഓളം പക്ഷികളെയാണ് കൊല്ലം പഞ്ചായത്തിലെ ആൾപ്പാർപ്പില്ലാത്ത പ്രദേശമായ കുഴിയം പുറമ്പോക്ക് ഭൂമിയിൽ സംസ്കരിക്കുന്നത്. ഇടുക്കിയിലെ ഏറ്റവും നല്ല മൃഗസംരക്ഷകർക്കും പരിപാലകർക്കുമുള്ള അംഗീകാരത്തിന് തൊടുപുഴ സ്വദേശികളായ കീർത്തിദാസും മഞ്ജു ഓമനയും അർഹരായി. തെരുവ് നായ്ക്കളെയും മുറിവേറ്റ മറ്റു മൃഗങ്ങളെയും സ്വന്തം വീട്ടിൽ പരിചരിക്കുന്നവരാണിവർ. ഉപേക്ഷിക്കപ്പെട്ട 40ഓളം നായ്ക്കളെയാണ് ഇവർ വാടക വീട്ടിൽ സംരക്ഷിക്കുന്നത്. മൃഗസ്നേഹം, സാമൂഹ്യ നന്മ, ധാർമ്മികത എന്നിവയ്ക്കുള്ള പ്രവർത്തനത്തിനാണ് സേവ് ദി ആനിമൽസ് ടീമിന്റെ പ്രവർത്തകരും ഇടുക്കിയിലെ ഡോഗ് ക്യാച്ചേഴ്സുമായ കീർത്തിദാസിനും മഞ്ജു ഓമനയ്ക്കും അംഗീകാരം ലഭിച്ചത്. മിണ്ടാപ്രാണികളായ നായ്ക്കളെ ഉൾപ്പെടെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി മരുന്നും ഭക്ഷണവും നൽകിക്കൊണ്ടാണ് ഇവർ സംരക്ഷിക്കുന്നത്. കാരുണ്യവും നന്മയും നിറഞ്ഞ പ്രവർത്തനത്തിലുള്ള അംഗീകാരം മന്ത്രി ചിഞ്ചു റാണിയിൽ നിന്നും ഇവർ ഏറ്റുവാങ്ങി. 10 വർഷത്തോളമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഉപയോഗത്തിനു ശേഷം ഉപേക്ഷിക്കപ്പെട്ട ബ്രീഡ് നായ്ക്കളെയും വണ്ടിയിടിച്ചും മുറിവേറ്റും അല്ലാതെയും അലയുന്ന നായ്ക്കൾ, പൂച്ചകൾ എന്നിവയെയും സ്വന്തം റിസ്കിൽ സംരക്ഷിക്കുകയാണിവർ. ഈ തെരുവിന്ന് കൊണ്ടുപോയി വളർത്തി പോണ വഴിക്കൊക്കെ കണ്ടിട്ട് എടുത്തുകൊണ്ട് വന്ന് ബസ്സിൽ ഒരു വാവലിനെ പോലും എടുത്തുകൊണ്ട് വന്ന് മൃഗാശുപത്രി കൊണ്ടുപോയി കൊടുത്ത് ചികിത്സിച്ചിട്ടുണ്ട്. അന്ന് ഡോക്ടർ പറഞ്ഞത് ഇതൊക്കെ ഭയങ്കര വിഷയമായിട്ടോ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അതുപോലുള്ളൊരു ഇതിൽ നമ്മൾ കടന്നു വന്നുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നാണ് നമുക്ക് ഈ സ്ട്രീറ്റ് ഡോഗുകൾ ഒത്തിരി കണ്ടമാനം അധികമായിട്ട് അപകടത്തിൽപ്പെടാൻ നമുക്ക് വന്നത്. അപ്പോൾ ഒത്തിരി പേര് നമ്മളെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഇതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ് മൃഗാശുപത്രിയിൽ നിന്ന് തന്നെ ഒത്തിരി പേർക്ക് നമ്പർ കൊടുത്തു. 40ഓളം നായ്ക്കളും പൂച്ചകളും ഇവരുടെ പരിചരണത്തിൽ കഴിയുന്നുണ്ട്. വാടക വീട്ടിൽ ഇത്രയും മൃഗങ്ങളെ പാർപ്പിക്കുന്നതിന്റെ അസൗകര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും എന്നെങ്കിലും ഈ മിണ്ടാപ്രാണികൾക്ക് സ്വന്തമായി ഒരു ഷെൽട്ടർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ന്യൂസ് 18 ഇടുക്കി. തൃശ്ശൂരിൽ 2 വ്യത്യസ്ത അപകടങ്ങളിൽ ഒരു മരണം, 3 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടങ്ങൾ ഉണ്ടായത്. താമരശ്ശേരി ചുരത്തിൽ മാലിന്യം നിറയുമ്പോഴും അധികൃതർക്ക് അനക്കമില്ല. ചുരം വ്യൂ പോയിന്റിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം കുന്നുകൂടുകയാണ്. മാലിന്യം നിക്ഷേപിക്കുന്ന കൊട്ടകൾ നിറഞ്ഞു കവിഞ്ഞാലും നീക്കം ചെയ്യാറില്ലെന്നും പരാതിയുണ്ട്. കായംകുളം നഗരസഭ 22ാം വാർഡിൽ നിർമ്മിച്ച മാതൃകാ അംഗനവാടിയുടെ ഉദ്ഘാടനം പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലറും നഗരസഭാ ചെയർപേഴ്സണുമായ P. ശശികല അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യനീതി, വനിതാ ശിശുവികസന വകുപ്പിൽ നിന്നും 26 ലക്ഷത്തോളം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ശിശു സൗഹൃദമായ ഒരു നില കോൺക്രീറ്റ് കെട്ടിടത്തിൽ ഓപ്പൺ വരാന്തയും ഹാളും കിച്ചണും സ്റ്റോറും ടോയ്ലറ്റും സജ്ജമാക്കിയിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ കോൺഫറൻസുകൾ നടത്തുന്നതിനായി ട്രസ് വർക്ക്ഷീറ്റ്, ഷീറ്റ് റൂഫ്, ഹാൾ എന്നിവയുടെ പണിയും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ അംഗൻവാടിയിലെ മുൻ അധ്യാപികയായ ശാന്തമ്മ ജി തന്റെ മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായി വിട്ടു നൽകിയ 3 സെന്റ് വസ്തുവിലാണ് അങ്കണവാടി കെട്ടിടം പണിതത്. പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല. നഗരസഭ വൈസ് ചെയർമാൻ ജെ. ആദർശ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ്. കേരുനാഥ് അടക്കമുള്ളവർ പങ്കെടുത്തു. ന്യൂസ് 18 കായംകുളം. ഉത്തര മലബാറിൽ ഇത് തെയ്യക്കാലമാണ്. ബ്രാഹ്മണ പൂജയ്ക്കൊപ്പം തെയ്യം കെട്ടിയാടുന്ന ഒരു ക്ഷേത്രമുണ്ട് കണ്ണൂരിൽ. ബ്ലാത്തൂർ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിലെ തെയ്യക്കാഴ്ചകൾ കാണാം.
വളരെ പണ്ടുള്ള ഒരു കഥയാണ്. ക്ഷേത്രം അധികാരികൾ ആയിരുന്ന ബ്രാഹ്മണ കുടുംബത്തിന് ക്ഷേത്രത്തിലെ നിത്യപൂജകൾ നടത്താൻ പോലും വകയില്ലാതെയായി. ഇല്ലം ക്ഷയിച്ചാലും ക്ഷേത്രം ക്ഷയിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ദേശത്തെ ചെമ്പകശ്ശേരി തറവാട്ടുകാർക്ക് ക്ഷേത്രത്തിൻ്റെ ചുമതല കൈമാറി. ബ്രാഹ്മണർ അല്ലാത്ത യാദവ സമുദായത്തിൽപ്പെട്ട ചെമ്പകശ്ശേരി തറവാട്ടുകാർ നിത്യപൂജകൾ മുടക്കം കൂടാതെ നടത്താൻ തയ്യാറായി. ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ തെയ്യം അടിയന്തരമാണ് നടത്തുന്നത്. മറ്റുള്ള ക്ഷേത്രാചാരങ്ങളില്ല. അതുകൊണ്ടാണ് ഇവിടെ 2 അടിയന്തരമായിട്ട് നടക്കുന്നത്. അകത്തും പുറത്തും ഒരേ പ്രാധാന്യമാണ്. ശൈവവും വൈഷ്ണവമാണ്. പക്ഷേ ശൈവ ആചാരപ്രകാരമാണ് ഇവിടെ പൂജകൾ നടക്കുന്നത്. വർഷങ്ങൾ പിന്നീട് പലതും കഴിഞ്ഞു. ചെമ്പകശ്ശേരി തറവാട്ടുകാർക്കൊപ്പം നാട്ടിലെ 9 തറവാട്ടുകാരും ക്ഷേത്രം ചുമതലയിൽ ഭാഗവാക്കായി. നിത്യപൂജ ചെയ്യുന്നത് ബ്രാഹ്മണൻ ആണെങ്കിലും ക്ഷേത്രത്തിലെ കഴകവും മറ്റും ചെയ്യുന്നത് മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യാദവ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ ആണ്. നിത്യപൂജയുള്ള ക്ഷേത്രത്തിൽ തെയ്യം കെട്ടിയാടൽ തുടങ്ങിയത് എപ്പോഴാണ് എന്നൊന്നും ഈ തലമുറയിൽപ്പെട്ടവർക്ക് അറിയില്ല. കാലം മുതലാണ് തെയ്യവും പിന്നെ കെട്ടിയാടുന്നതെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ തെയ്യവും ബ്രാഹ്മണയും ഒരേ സമയം വരുന്നൊരു സ്ഥിതി വന്നിട്ടുള്ളത്. ഇവിടെ അതിൻ്റെ ശേഷം ഈ ചെമ്പശ്ശേരി തറവാട് കൂടാതെ 9 തറവാട്ടുകാർ അവരുടെയാണ് ഇതിൻ്റെ പിന്നെ ഒരാളെ സ്ഥാനത്ത് നിന്നിട്ട് ക്ഷേത്രം നടത്തിപ്പ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ആ തറവാട്ടുകാരെ കൂടി ഒരു കമ്മിറ്റിയായിട്ടാണ് നടത്തി വരുന്നത്. വിശാലമായ വയൽപ്രദേശത്തോട് ചേർന്നാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുത്തപ്പൻ മടപ്പുരയിൽ നിന്നുള്ള കെട്ടുകാഴ്ച വരവും വെടിക്കെട്ടും കഴിഞ്ഞാണ് വേട്ടയ്ക്കൊരു മകൻ, ഊർപ്പഴശ്ശി എന്നീ തെയ്യങ്ങളുടെ പുറപ്പാട്. പുലർച്ചെ 4 മണിയോടെ തിരുമുറ്റത്തെത്തുന്ന തെയ്യങ്ങൾ വെയിലിന് കാഠിന്യമേറുന്നതിനു മുമ്പേ അരങ്ങൊഴിഞ്ഞിട്ടുണ്ടാകും. ഒട്ടേറെ ക്ഷേത്രങ്ങളും തെയ്യക്കാവുകളും കൊണ്ട് സമ്പന്നമായ ബ്ലാത്തൂർ ദേശത്തിന് കാവലായി വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം തലയുയർത്തി നിൽക്കുന്നു. ശ്രീനി ആലക്കോട്, ന്യൂസ് 18 കണ്ണൂർ. ഓർമ്മയിൽ കാടുള്ള മൃഗം എന്ന കവിതയുടെ കലാസൃഷ്ടി കാണാൻ കവി സച്ചിദാനന്ദൻ നേരിട്ടെത്തി. കാസർഗോഡ് ചെമ്മനാട്ടെ അനന്തകൃഷ്ണനാണ് വീടിൻ്റെ ചുമരിൽ കവിതയ്ക്ക് ദൃശ്യാവിഷ്കാരം ഒരുക്കിയത്. തൃശൂരിലെ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പഠനകാലത്ത് മനസ്സിൽ ചേക്കേറിയ കവിതയ്ക്ക് ചുമർ ശില്പം ഒരുക്കുകയായിരുന്നു അനന്തകൃഷ്ണൻ. സിമേന്റ് ഉപയോഗിച്ച് അക്രലിക് പെയിന്റിൽ മനോഹരമാക്കിയ ശില്പത്തിൽ കവിതയിലെ വരികൾ ഒരുപോലെ സമന്വയിക്കുന്നു. ഇങ്ങനൊരു ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളിപ്പോൾ വീട്ടിൻ്റെ മുന്നിലൊക്കെ ഒന്നെങ്കിൽ കാണുക വളരെ ഫിനിഷ്ഡ് ആയിട്ടുള്ള വളരെ രസകരമായിട്ട് ആർക്കും കാണുമ്പോൾ ഇഷ്ടം തോന്നുന്നൊക്കെ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിൽ വായിച്ചെടുക്കാനോ പെട്ടെന്ന് ചിന്തിക്കാനോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പ്രഷൻ്റെ അപ്ലൈയിങ് കൂടിയാണ്. കവിതയുടെ സൃഷ്ടാവും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ കവി സച്ചിദാനന്ദൻ ചുമർ ശില്പം കാണാൻ ചെമ്മനാട്ട് വീട്ടിലെത്തി. ഓർമ്മയിൽ കാടുള്ള മൃഗം എളുപ്പം മെരുങ്ങുകയില്ല. എൻ്റെ ഓർമ്മയിൽ കാടുകളുണ്ട്, എൻ്റെ ഓർമ്മയിൽ കാടുകളുണ്ട്. വളരെ നല്ലൊരു മാസ്റ്റർ പീസ് തന്നെയാണ് വാസ്തവത്തിൽ ഇത്. ആ കവിതയായിട്ട് ഒക്കെ ബന്ധമുണ്ടെന്നുള്ള ശരിയാണ്, പക്ഷേ ആ കവിതയായിട്ട് ബന്ധപ്പെടുത്തിയില്ലെങ്കിൽ പോലും ഒരു ഒന്നാം തരം ചിത്രമാണത്. 1 മാസം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കവിതയുടെ ചുമർ ശില്പം ഒരുക്കിയത്. ന്യൂസ് 18 കാസർഗോഡ്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.